പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, സത്യമറിയുവാൻ താല്പര്യമുള്ള എല്ലാ സഹജീവികളുമേ നമസ്കാരം, സ്വാഗതം. ആകസ്മികമായി യൂട്യൂബിൽ ജെയിംസ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ ഘോരഘോരം പ്രസംഗം കണ്ടിട്ടാണ്. അതൊരു പ്രസംഗം മാത്രമല്ല, അത് ഒരു സമവായമാണ്. അദ്ദേഹവും ഒരു പാസ്റ്ററും തമ്മിൽ നടത്തുന്ന ഡിബേറ്റാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം ജെയിംസ് ഒരു യുക്തിവാദിയാണ്. യുക്തിവാദികൾക്ക് യുക്തി ഉണ്ടാകണമെന്നില്ല. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുവരുമ്പോൾ മനസ്സിലാകുമെന്നാണ് ഞാൻ കരുതുന്നത്. പാസ്റ്റർക്ക് വിശ്വാസം ഉണ്ടാകണമെന്നുമില്ല. അതുകൊണ്ട് യുക്തിയില്ലാത്തൊരു യുക്തിവാദിയും വിശ്വാസമില്ലാത്തൊരു പാസ്റ്ററും നമ്മൾ നടത്തിയ വളരെ രസകരമായ ഒരു ദ്വന്ദ്വയുദ്ധം, സമവായം എന്ന് പറയുന്നത് ശരിയല്ല, അത് ഒന്ന് പരിശോധിച്ച് അതിൽ നിന്നും നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ, കുറച്ചുകൂടെ നമ്മുടെ ചിന്തയിൽ ആശയങ്ങളെ ഗ്രഹിക്കുന്നതിൽ സ്പഷ്ടത പ്രാപിപ്പാൻ സഹായിക്കുമെന്നത് കൊണ്ട് 2-3 വീഡിയോകളിലായി ഇതൊന്ന് പരിഗണിക്കണമെന്ന്, എക്സാമിൻ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാൻ സാധിക്കുന്നതിൽ സന്തോഷിക്കുന്നു. ആദ്യമായി നമുക്ക് ജെയിംസിന്റെ വാക്കുകളിലേക്ക് പോകാം. ചാടില്ല. പാസ്റ്റർ ആ ഡയലോഗ് തന്നെ, യേശു പറഞ്ഞ ഡയലോഗ് തന്നെ പറയും, പോ ജെയിംസെ, പോ മോനെ ദിനേശാൻ തന്നെ പറയും. കാരണം സാത്താൻ യേശുവിനെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. അവർ തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. നമ്മൾ വിചാരിക്കുമോ ദൈവവും സാത്താനും തമ്മിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടാൻ മിണ്ടാതെ പിണങ്ങി മാറി നടക്കുന്നവർ. അങ്ങനെയൊന്നുമല്ല. അവര് വളരെ ദേവർ ഇൻ വെരി ഗുഡ് ടൈംസ്. അപ്പം സാത്താൻ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വഴി വരെ പോകാന്ന് പറഞ്ഞു. അതാ യേശു, ഞാൻ നിന്റെ കൂടെ ഒന്നും വരികയില്ല എന്ന് പറഞ്ഞ് മാറി നിന്നൊന്നുമില്ല. അവർ വർത്താനൊക്കെ പറഞ്ഞവർ പോയി. സാത്താൻ എങ്ങോട്ടാണ് യേശുവിനെ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്നറിയോ? ജെറൂസലേം ടെമ്പിളിന്റെ ഹയസ്റ്റ് മൗണ്ടിലേക്കാണ്, ഏറ്റവും ഉയരം കൂടിയ. ബൈബിളിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. അവിടെ ചെന്നിട്ട് സാത്താൻ യേശുവിനോട് പറയാണ്, അല്ലേ നീ വലിയ ദൈവപുത്രനാണെന്നൊക്കെ വീമ്പ് പറയുന്നവനല്ലേ, നിനക്ക് ഇവിടെ നിന്ന് താഴേക്ക് ഒന്ന് ചാടാൻ പറ്റും? നിനക്കൊന്ന് ചാടാൻ പറ്റും? നിനക്ക് എന്താ ചാടിയാല്? നീ ദൈവപുത്രനല്ലേ, ദൈവം മാലാഖമാരുടെ ഒരു വ്യൂഹം വന്ന് നിന്നെ താങ്ങിക്കൊള്ളില്ലേ എന്ന് യേശുവിനോട് ചോദിക്കുന്നുണ്ട്. യേശു ചാടിയില്ല കേട്ടോ. അന്നാണ് മോഹൻലാൽ പറഞ്ഞ ആ ഡയലോഗ് ആദ്യം പറഞ്ഞത് യേശുവാ. പോമോനെ ദിനേശാന്നാണ് യേശു പറഞ്ഞത്. ഈ ഗോയവെന്നാണ് പറഞ്ഞത്. കാരണം യേശുവിനറിയാം അവിടെ നിന്ന് ചാടിയാല് തട്ടിപ്പോകുന്നറിയാം. ഏറ്റവും പറഞ്ഞത് കാലൊടിയുന്നെങ്കിലും അറിയാം. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ആ റാഷണൽ ബുദ്ധി യേശുവിനുണ്ടായിരുന്നു. പുള്ളിക്കറിയായിരുന്നു ഞാൻ ദൈവമല്ല, ദൈവപുത്രനോ അല്ല, താഴേക്ക് ആടിയാൽ തട്ടിപ്പോകുന്നു. ഇപ്പൊ ഇതേ ഒരു ചലഞ്ച്, ഇതൊരു ചലഞ്ചായിട്ട് ഞാനിപ്പോ പാസ്റ്ററോട് പറയാം, പാസ്റ്റർ ഈ കെട്ടിടത്തിന്റെ മണ്ടേ കയറി, ഈ കെട്ടിടത്തിന് അത്ര ഉയരമില്ല, ഒരു ഉയരം കൂടി കെട്ടിടത്തിന്റെ മണ്ടേന്ന് താഴേക്ക് ചാടാവോ? പാസ്റ്റർ പിന്നെ പ്രാർത്ഥിച്ചാൽ ഫലിക്കുമെന്ന് ഡിബേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആളല്ലേ, പ്രാർത്ഥിച്ചാൽ എന്ത് നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആളല്ലേ, ചാടാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പാസ്റ്റർ ചാടുവോ? ചാടില്ല. പാസ്റ്റർ ആ ഡയലോഗ് തന്നെ, യേശു പറഞ്ഞ ഡയലോഗ് തന്നെ പറയും, പോ ജെയിംസെ, പോ മോനെ ദിനേശാൻ തന്നെ പറയും. കാരണം പാസ്റ്റർക്ക് അറിയാം പ്രാർത്ഥന ഫലിക്കുമെന്ന് ഡിബേറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നതെങ്കിലും പാസ്റ്റർക്ക് അറിയാം മോളിൽ നിന്ന് ചാടിയാൽ, പ്രാർത്ഥിച്ചുകൊണ്ട് ചാടിയാൽ ഒരു ദൈവവും പാസ്റ്ററുടെ പ്രാർത്ഥന കേൾക്കില്ല എന്നും ഈ പ്രപഞ്ച നിയമങ്ങളെ മാറ്റാൻ, നമുക്കറിയാം താഴേക്ക് വീഴുന്നത് ഭൂഗുരുത്വ നിയമങ്ങൾക്കനുസരിച്ചാണ്. ആ ഭൂഗുരുത്വ നിയമങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു സോഫ്റ്റ് ലാൻഡിങ് താഴേക്ക് തരാൻ ഒരു ദൈവവും മോളിൽ ഇരിപ്പില്ല എന്ന് പാസ്റ്റർക്ക് നന്നായിട്ട് അറിയാം. പാസ്റ്റർ അതുകൊണ്ട് പ്രാർത്ഥിക്കുകയില്ല, പാസ്റ്റർ അതുകൊണ്ട് ചാടുകയില്ല. ഡിബേറ്റിൽ ഒരു പക്ഷേ ഡിബേറ്റ് ചെയ്യുമായിരിക്കും, പക്ഷെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യില്ല. ബൈബിളിൽ ഒരു സംഭവം വിവരിക്കുന്നു. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ ആവേശഭരിതമായ അവതരണം. ഇത് അദ്ദേഹത്തിന്റെ സൂചന അനുസരിച്ച് ഒരു പെന്തക്കോസ് പാസ്റ്ററുമായി യുക്തിവാദി വേദിയിൽ പ്രാർത്ഥന ഫലിക്കുമോ ഫലിക്കയില്ലയോ എന്ന വിഷയത്തെ പറ്റിയുള്ള ഒരു സംവാദമാണ്. ഈ വീഡിയോയിൽ നമുക്ക് ജെയിംസിന്റെ ഭാഗം മാത്രമേ കേൾക്കുവാൻ സാധിക്കുന്നു. പാവം പാസ്റ്റർ എവിടാണെന്ന് പോലും നമുക്കറിയില്ല, ആരാണെന്ന് അറിയില്ല. ഏതായാലും ഇങ്ങനെയുള്ള പാസ്റ്റർമാരോട് എനിക്ക് ഒരു അഭ്യർത്ഥനയുള്ളത്, ദയവായി നിങ്ങൾ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ പോകരുത്. കാരണം നിങ്ങൾ ഫെയ്ത്ത് ഹോമിൽ മാത്രം കിടന്ന് അവിടെ തിരുവാതിര കളിച്ചവരാണ്. നിങ്ങൾക്ക് ലോകം എന്താണെന്നോ
മനുഷ്യന്റെ ബുദ്ധി വികസിച്ചാൽ എങ്ങനെയായി തീരുമെന്നോ, ശാസ്ത്രം എന്താണെന്നോ, ന്യായമായി യുക്തിസഹജമായി ചിന്തിക്കുന്നത് എപ്രകാരമാണെന്നോ, ആശയത്തെ എപ്രകാരമാണ് കൈകാര്യം ചെയ്യുന്നതെന്നോ ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ മറുഭാഷ കുരച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സംവാദത്തിൽ മറുഭാഷയിൽ കൂടെ മറുപടി കൊടുക്കാൻ സാധിക്കും. മറുഭാഷ എന്നൊരു കാര്യം ഉണ്ടെന്ന് പോലും പാസ്റ്റർ ഈ വേദിയിൽ വന്നാൽ ഓർക്കാൻ പോലും ഇവിടെയില്ല. കാരണം അത് 4 ഭിത്തിക്കുള്ളിൽ രഹസ്യമായി കാട്ടിക്കൂട്ടുന്ന കൊക്രാമ്പീച്ചയാണ്. അത് മറ്റൊരു വിഷയം തന്നെ. ഇനി നമുക്ക് ഈ ജെയിംസ് പറയുന്ന കാര്യം, അദ്ദേഹം വിളമ്പുന്ന മണ്ടത്തരം, ശുദ്ധ മണ്ടത്തരം. ഞാൻ പറഞ്ഞില്ല, യുക്തിവാദികൾക്കില്ലാത്തൊരു കാര്യമാണ് യുക്തി. യുക്തി എന്താണെന്ന് പോലും അവർക്ക് അറിയില്ല. എനിക്ക് ആരോടും ഒരു വിരോധവുമില്ല. പക്ഷേ ഞാനൊരു അധ്യാപകനാണ്, ഞാനൊരു ചിന്തകനാണ്. ആരെങ്കിലും പൊതുമധ്യത്തിൽ വന്ന് ഇപ്രകാരം വിഡ്ഢിത്തരം വിളിച്ചു പറഞ്ഞാൽ അത് വിഡ്ഢിത്തരം തന്നെയാണ് എന്ന് പൊതുജനത്തെ അറിയിക്കാനുള്ള ഒരു സാമാന്യ കടമ എനിക്കുള്ളത് കൊണ്ട് അത് ഞാൻ നിർവഹിക്കുന്നു, അത്രമാത്രം. നമുക്കിനി ജെയിംസിന്റെ ഈ ജൽപ്പനങ്ങൾ കേട്ട് അത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. സാത്താൻ യേശുവിനെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. അവർ തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. നമ്മൾ വിചാരിക്കുമ്പോ ദൈവവും സാത്താനും തമ്മിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടാ മിണ്ടാതെ പിണങ്ങി മാറി നടക്കുന്നവർ. അങ്ങനെയൊന്നുമല്ല. അവര് വളരെ ദേവർ ഇൻ വെരി ഗുഡ് ടൈംസ്. അപ്പം സാത്താൻ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വഴി വരെ പോകാന്ന് പറഞ്ഞു. എന്നാൽ യേശു ഞാൻ നിന്റെ കൂടെ ഒന്നും വരികയില്ല എന്ന് പറഞ്ഞ് മാറി നിന്നൊന്നുമില്ല. ഇനി ആദ്യമായിട്ട് അദ്ദേഹം പറയുന്ന നല്ല യുക്തിസഹജമായ ഭോഷത്വം, യേശുവും സാത്താനും കൂട്ടുകാരായിരുന്നു എന്നതാണ്. ജെയിംസ് കൂട്ടുകാരൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. അതെന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യവും നമുക്കില്ല. എങ്കിലും പൊതുജനത്തോടാണ് സംസാരിക്കുന്നത് എന്നതുകൊണ്ട് നമ്മുടെ മധ്യത്തിൽ ഇപ്പോൾ ഈ വാക്ക് സൂചിപ്പിക്കുന്ന ആശയം എന്താണെന്ന് നമുക്കറിയാം. അത് വെച്ച് ഞാൻ പ്രതികരിക്കാൻ പോവുകയാണ്. യേശുവും സാത്താനും കൂട്ടുകാരാണ് എന്ന് അദ്ദേഹം പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ചുമ്മാ നിങ്ങൾ പറയുന്നു. ആരും അദ്ദേഹത്തോട് ചോദിക്കുകയില്ല, അല്ലയോ ബഹുമാനപ്പെട്ട ജെയിംസ് സാറേ, യേശുവും സാത്താനും കൂട്ടുകാരായിരുന്നു എന്ന് പറയാനുള്ള അടിസ്ഥാനം, അതിൻ്റെ ബേസിസ് എന്താണ് എന്നാരും ചോദിക്കുകയില്ല. അവിടെ ഇരിക്കുന്ന പാസ്റ്റർ പോലും ചോദിക്കുകയില്ല. അപ്പോൾ ഇത് പൊതു രംഗത്ത് നാം വരുമ്പോൾ എപ്പോഴും കാണുന്ന കാര്യമാണ്. വളരെ ആർബിട്രറി ആയ ചില സങ്കല്പങ്ങൾ അവതരിപ്പിച്ച് അതങ്ങനെ അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ട് അതിനപ്പുറത്തൊരു സത്യമില്ലെന്ന് നിഗമിച്ച് ഇങ്ങനെ ഓരോ വാക്കുകൾ പെറുക്കി വാചകങ്ങൾ ഉണ്ടാക്കി മുൻപോട്ട് പോകും. മുൻപോട്ട് സഞ്ചരിക്കുന്നതോറും സത്യത്തിൽ നിന്നുള്ള ദൂരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇനിയും യേശുവും സാത്താനും തമ്മിലുള്ള ബന്ധം എന്താണ്? ജെയിംസ് ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നു, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ആ ബന്ധത്തെ ജെയിംസ് 100% തെറ്റിദ്ധരിക്കുകയും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുകയാണ്. ഞാൻ വേദപുസ്തകത്തെ, പ്രത്യേകിച്ച് സുവിശേഷത്തെ, അതിൻ്റെ പ്രതീകാത്മകമായ അർത്ഥത്തിൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇവിടെ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും കാണുന്ന യാഥാർത്ഥ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ജെയിംസ് ഇപ്രകാരം പറയുന്നത്. അവിടെ നാം കാണുന്നത് യേശുവിനെ പരീക്ഷിക്കപ്പെടുവാനായി മരുഭൂമിയിലേക്ക് വഴി നടത്തിയത് പരിശുദ്ധാത്മാവാണ് എന്നുള്ളതാണ്. അപ്പോൾ യേശു ആരാണ്? യേശു മനുഷ്യപുത്രനാണ്. എന്നാൽ സാത്താൻ അവനോട് പറയുന്നത്, യേശുവിനോട് പറയുന്നത്, നീ ദൈവപുത്രനെങ്കിൽ യേശുവിൻ്റെ ഇഹലോക ദൗത്യത്തിൻ്റെ ലക്ഷ്യം താൻ ദൈവപുത്രനാണ് എന്നാരെയും ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നില്ല. യേശു എപ്പോഴും തന്നെ മനുഷ്യപുത്രൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാനും പിതാവും ഒന്നാണ് എന്ന് പറഞ്ഞു. പക്ഷെ എങ്കിലും തന്നെപ്പറ്റി പ്രസ്താവിക്കുമ്പോഴൊക്കെയും ഞാൻ മനുഷ്യപുത്രനാണെന്നാണ് യേശു പറയുന്നത്. എൻ്റെ അർത്ഥം, മനുഷ്യന്റെ ഇഹലോക അവസ്ഥയുടെ എല്ലാ അംശവും ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആകത്തുക ഞാൻ എൻ്റെ വ്യക്തിത്വത്തിൽ വഹിക്കുന്നു. മനുഷ്യത്വം എന്നാൽ എന്താണ്? അതിൻ്റെ ആധികാരികമായ ആൾരൂപം ഞാൻ തന്നെയാണ് എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ ഉള്ള അവസ്ഥയിൽ
ആ വ്യക്തിയുടെ ഉള്ളിൽ രണ്ട് പ്രധാനപ്പെട്ട ശക്തികൾ എപ്പോഴും പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കും. അതിലൊന്നാണ് പരിശുദ്ധാത്മാവ്, മറ്റേതാണ് സാത്താൻ എന്നുള്ളത്. നമുക്കറിയാം, യേശു യോഹന്നാനാൽ സ്നാനമേറ്റപ്പോൾ സ്വർഗം പിളർന്ന് പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ അവൻ്റെ മേൽ വന്നു എന്ന് നാം വായിക്കുന്നു. സ്നാനത്തിൽ കൂടെ യേശു പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു. അത് ഞാൻ കണ്ണുമടച്ച് വിശ്വസിക്കുന്നു. എന്നാൽ മനുഷ്യ സ്വഭാവത്തിൽ അത് മാത്രമല്ല, യേശു മനുഷ്യപുത്രനാണ് എന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. മനുഷ്യ സ്വഭാവത്തിൽ ഉള്ള ഒരു സാധ്യത ഇതാണ്. മറ്റൊരു സാധ്യതയുണ്ട്, അതിൻ്റെ പേരാണ് സാത്താൻ എന്നുള്ളത്. ഇത് രണ്ടും മനുഷ്യ സ്വഭാവത്തിൻ്റെ അംശങ്ങളാണ്. എന്നാൽ ആത്മീയതയുടെ ലക്ഷ്യം എന്താണ്? ഈ രണ്ട് ഘടകങ്ങൾ അവയുടെ പരസ്പര മത്സരത്തിൻ്റെ യുദ്ധഭൂമിയായി വ്യക്തിയുടെ ജീവിതത്തെ ഉപയോഗിക്കുമ്പോൾ വ്യക്തികൾ നരകതുല്യമായ യാതന അനുഭവിക്കുന്നു. അവർ മനുഷ്യത്വം എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ പ്രാപിപ്പാൻ കഴിയാതെ ഈ മണലാരണ്യത്തിൽ പട്ടുപോകുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം ഏദൻ തോട്ടമല്ല, ഒരു മരുഭൂമി തന്നെയാണ്. ഈ അവസ്ഥയിൽ നിന്നും മനുഷ്യനെ രക്ഷിച്ച് അവൻ ആയിത്തീരേണ്ടതുപോലെ ആയിത്തീരുവാൻ അവനെ സഹായിക്കുക എന്നതാണ് യേശുവിൻ്റെ ദൗത്യം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും യഥാർത്ഥത്തിൽ ആത്മീയമായ പ്രഭയുള്ള വെളിച്ചമുള്ള മനുഷ്യത്വം പ്രാപിപ്പാൻ മുന്നേറാനുള്ള വഴി ഞാനാണ് എന്നാണ് യേശു പറഞ്ഞത്. അല്ല സ്വർഗത്തിൽ പോകാനോ നരകത്തിൽ ഇത് രക്ഷിക്കാനുള്ള വഴിയെന്നല്ല യേശു പറഞ്ഞത്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ പ്രാപിക്കണമോ അതിലേക്കുള്ള വഴി ഞാനാണ്. അതുകൊണ്ടാണ് യേശു തന്നെ മനുഷ്യപുത്രൻ എന്ന് ആവർത്തിച്ച് വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നത്. ഇത് ഒന്നും അറിയാൻ മേത്ത പാവം ജെയിംസ് പറയുകയാണ്, യേശുവിനാകപ്പാടെ ഒറ്റ ഒരു കൂട്ടുകാരനെ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ യേശുവിൻ്റെ കൂട്ടുകാരൻ സാത്താനാണ്. യേശുവിൻ്റെ ദൗത്യം എന്താണ്? മനുഷ്യ സ്വഭാവത്തിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഈ സാത്താന്യ മർമ്മത്തെ കീഴടക്കി മനുഷ്യ വ്യക്തിത്വത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണവും കാർമ്മികത്വവും സുസ്ഥിരമായി സ്ഥാപിക്കുക. അതിൽ കൂടെ മനുഷ്യ വ്യക്തിത്വത്തെ വീണ്ടെടുക്കുക. അതാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അതിനാണ് വിടുതൽ എന്ന് പറയുന്നത്. ഈ പ്രക്രിയ സംഭവിക്കാത്തിടത്തോളം കാലം മനുഷ്യൻ അവൻ്റെ തന്നെ സ്വഭാവത്തിൻ്റെ അംശമായ പൈശാചിക ശക്തിയുടെ അടിമയായി കഴിയുകയും അവൻ വളരെ വികൃതമായി തീരുകയും ഈ ലോകത്തിൽ ദുരിതം മാത്രം അനുഭവിക്കുകയും ചെയ്യും. അതിൽ നിന്ന് മനുഷ്യന് ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയാണ് യേശു വന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ത്രാണി ഈ നല്ല മനുഷ്യന് ഇല്ലാതെ പോയല്ലോ എന്നോർത്ത് ഞാൻ അദ്ദേഹത്തോട് സഹതപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു ചെറിയ സാധ്യതയുണ്ട്. സാത്താൻ യേശുവിൻ്റെ കൂട്ടുകാരനായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതറിഞ്ഞുകൊണ്ടല്ല സംസാരിക്കുന്നത്. എന്നാൽ നിങ്ങൾ അറിയേണ്ടത് ഞാൻ പറയുകയാണ്, പരിശുദ്ധാത്മാവും സാത്താനും നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യ സ്വഭാവത്തിൽ മനുഷ്യത്വം പ്രാപിക്കാത്ത മനുഷ്യ സ്വഭാവത്തിൽ പരസ്പരം യുദ്ധം നടത്തിക്കൊണ്ടേയിരിക്കുന്ന രണ്ട് ശക്തികളാണ്. എന്നാൽ നാം ക്രിസ്തുവിൽ കൂടെ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ, യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വീണ്ടും ജനിക്കുമ്പോൾ, ഈ യുദ്ധം അവസാനിക്കുകയും നമ്മുടെ വ്യക്തിത്വത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം സുസ്ഥിരമായി തീരുന്നതിൽ കൂടെ നാം ആത്മീയമായ ഫലം പുറപ്പെടുവിക്കുന്ന മാഹാത്മ്യമേറിയ വ്യക്തികളായി തീരുകയും ചെയ്യും എന്നതാണ് സുവിശേഷം. ഇതാണ് സകലജനത്തിന് ഉണ്ടാകേണ്ട മഹാസന്തോഷം. ഇത് അറിയാതെ യുക്തിയുമായി ഇദ്ദേഹം ഇപ്രകാരം വലിയ തെറ്റിദ്ധാരണയ്ക്ക് ഇരയായി പോയതോർത്ത് ഞാൻ സങ്കടപ്പെടും. മുൻപോട്ട് ഒരുപാട് പറഞ്ഞവർ പോയി. സാത്താൻ എങ്ങോട്ടാണ് യേശുവിനെ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്നറിയോ? ജെറൂസലേം ടെമ്പിളിന്റെ ഹയസ്റ്റ് മൗണ്ടിലേക്കാണ്, ഏറ്റവും ഉയരം കൂടിയ. ബൈബിളിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. അവിടെ ചെന്നിട്ട് സാത്താൻ യേശുവിനോട് പറയാണ്, അല്ലേ നീ വലിയ ദൈവപുത്രനാണെന്നൊക്കെ വീമ്പ് പറയുന്നവനല്ലേ, നിനക്ക് ഇവിടെ നിന്ന് താഴേക്ക് ഒന്ന് ചാടാൻ പറ്റും? നിനക്ക് ചാടാൻ പറ്റും? നിനക്ക് എന്താ ചാടിയാല്? നീ ദൈവപുത്രനല്ലേ, ദൈവം മാലാഖമാരുടെ ഒരു വ്യൂഹം വന്ന് നിന്നെ താങ്ങിക്കൊള്ളില്ലേ എന്ന് യേശുവിനോട് ചോദിക്കുന്നുണ്ട്. യേശു ചാടിയില്ല കേട്ടോ. അന്നാണ് മോഹൻലാൽ പറഞ്ഞ ആ ഡയലോഗ് ആദ്യം പറഞ്ഞത് യേശുവാ.
പോമോനെ ദിനേശ എന്നാണ് യേശു പറഞ്ഞത്. യു ഗോ അവേ എന്നാണ് പറഞ്ഞത്. കാരണം യേശുവിനറിയാം അവിടെ നിന്ന് ചാടിയാല് തട്ടിപ്പോകുന്നറിയാം. ഇനിയും ഇദ്ദേഹം പറയുന്നത്, സാത്താൻ യേശുവിനെ യെരൂശലേം ദേവാലയത്തിന്റെ മുകളിൽ കൊണ്ടുപോയി. തീർച്ചയായും കൊണ്ടുപോയി. അവിടെ നിന്ന് ചാടാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതാണ്. യേശു ചാടിയില്ല. എന്തുകൊണ്ട്? സാത്താൻ എന്താണ് യേശുവിനോട് പറയുന്നത്? നീ ദൈവപുത്രനെങ്കിൽ ചാടുക. അങ്ങനെ ചാടുമ്പോൾ നിന്റെ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ദൈവം തന്റെ മാലാഖമാരെ നിയമിക്കും എന്നതാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു അങ്ങനെ സാത്താന്റെ പ്രേരണയാൽ ചാടിയില്ല എന്നതാണ് ജെയിംസിന്റെ പരാതി എന്ന് പറഞ്ഞാൽ, യുക്തിവാദികൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള യുക്തി ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ യുക്തിയെ വളരെ അധികം വിലമതിക്കുന്ന വ്യക്തിയാണ്. വളരെ 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 അധികം. യുക്തിയില്ലാത്ത മനുഷ്യൻ മൃഗമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ യുക്തിവാദികൾക്ക് യുക്തിയില്ല എന്നത് അവർക്കറിയാൻ വയ്യെങ്കിലും എനിക്കറിയാം. അപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താണ്? യേശു ചാടാഞ്ഞത് എന്താണ്? യേശുവിനറിയാം ചാടിയാൽ തട്ടിപ്പോകും. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഉപയോഗിക്കുക. പ്രിയപ്പെട്ട ജെയിംസെ, അങ്ങനെയല്ല. യേശു ചാടാഞ്ഞതിന്റെ കാര്യം അവൻ ചാടാൻ വന്നവനല്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ജെയിംസും എല്ലാ ക്രിസ്ത്യാനികളും മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവ് യേശു ക്രിസ്തു പരീക്ഷിക്കപ്പെടേണ്ട ആവശ്യം എന്തായിരുന്നു? തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് ഇപ്രകാരമുള്ള ആന്തരികമായ സ്പഷ്ടത പ്രാപിക്കത്തക്കവണ്ണം മരണതുല്യമായ ഒരു അവസ്ഥയിൽ കൂടെ പരിശീലനത്തിന്റെ ഭാഗമായി യേശുവിന് കടന്നു പോകേണ്ടതിന്റെ ആവശ്യം എന്തായിരുന്നു? അത് ഞാൻ വളരെ ഹ്രസ്വമായി ഒന്ന് സൂചിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യ സ്വഭാവത്തിന്റെ 3 വലിയ ബലഹീനതകൾ. 1, ശരീരത്തെ അല്ല ഭൗതികമായ ജീവിതത്തെ വയറായി മാത്രം ഒതുക്കുക. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കാം. അതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ വയറല്ല, മനുഷ്യനൊരു വലിയ വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വം പ്രാപിപ്പാൻ താല്പര്യമില്ലാത്തവർക്ക് അപ്പം മാത്രം മതി. ഇത് വലിയൊരു വിഷയമാണ്. സമയത്തിന്റെ പരിമിതി ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നത്. രണ്ടാമതായിട്ട് യേശുവിനെ യഹൂദ ദേവാലയത്തിന്റെ മുകളിൽ കൊണ്ടുപോയി ചാടാൻ പറയും. അതിന്റെ അർത്ഥം എന്താണ്? മനുഷ്യൻ മതത്തെ അത്ഭുതങ്ങളായി മാത്രം ചുരുക്കിയെടുക്കും. കാരണം അവന് താല്പര്യം അത് മാത്രമാണ്. മനുഷ്യ സ്വഭാവത്തിന് രൂപാന്തരം ഉണ്ടാകണമെന്നോ മനുഷ്യ മാഹാത്മ്യത്തെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന വ്യക്തിത്വം മനുഷ്യർ പ്രാപിക്കണമോ, ഇതൊന്നും ആരും മതത്തിൽ കൂടെ അന്നും ഇന്നും താല്പര്യമുള്ളതല്ല. അവർക്ക് വേണ്ടത് അനുഗ്രഹങ്ങളും അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് അവരുടെ താല്പര്യവും സൗകര്യവും അനുസരിച്ച് കുരങ്ങനെ പോലെ ചാടിക്കൊണ്ടിരിക്കുന്ന യേശുക്രിസ്തുവിനാണ് അവർക്ക് വേണ്ടത്. അത് സാത്താന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് യേശുവിനെ യഹൂദ ദേവാലയത്തിന്റെ മുകളിൽ കൊണ്ടുപോയി കുരങ്ങനെ പോലെ ചാടിക്കാൻ ശ്രമിച്ചത്. യേശു യഥാർത്ഥത്തിൽ ദൈവത്തിനാണെന്ന് ഞാൻ വിശ്വസിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട തെളിവ് എന്താണെന്നറിയാം. യേശു അങ്ങനെ ചാടിയില്ല എന്നതാണ്. യേശു നമ്മെപ്പോലെ ഒരു മനുഷ്യനെ അന്നേരം എടുത്ത് ചാടിയേനെ. ഇപ്പൊ ജെയിംസിനെ പോലൊരു വ്യക്തിയായിരുന്നു യേശുവെങ്കിൽ അന്നേരം എടുത്ത് ചാടിയേനെ. ഇദ്ദേഹം ഈ പറയുന്നത് എന്താണെന്ന് അറിയാമേതെ പറയുകയാണ്. എനിക്ക് വ്യക്തിപരമായ ഇദ്ദേഹത്തെ അറിഞ്ഞുകൂടാ, യാതൊരു വിധത്തിലുള്ള പകയോ ഈർഷ്യോ ഇദ്ദേഹത്തെ പറ്റിയില്ല. പക്ഷെ ഇങ്ങനെ എട്ടും പൊട്ടും അറിയാതെ പൊതുരംഗത്ത് വന്ന് ശുദ്ധ മണ്ഡലം വിളിച്ച് പറയുമ്പോൾ മനസ്സ് നോകുന്നു. അതുകൊണ്ട് ഞാൻ ഒന്ന് വെളിപ്പെടുത്തുകയാണ്. ഇതാണ് അദ്ദേഹം പറയുന്നത്. യേശു ഒന്നുകൊണ്ട് ചാടിയില്ല. സാത്താൻ പറഞ്ഞതനുസരിച്ച് ചാടാത്തത് കൊണ്ട് യേശുവിന് അയ്യേ ഏതാണ്ട് ഒന്നും കൊള്ളത്തില്ല, ആ മണ്ടനാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ആദ്യത്തെ അധ്യായം അതിന് 30-ാം വാക്യമെന്നാണ് എൻ്റെ ഓർമ്മ പറയുന്നത്. വലിയ പണ്ഡിതന്മാരാന്നൊക്കെ പറഞ്ഞ് പാമരന്മാരായിപ്പോയി. പ്രൊഫസിങ് ദംസെൽവ്സ് ടു ബി വൈസ് ദേ ബിക്കേം ഫൂൾസ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എത്രയോ അർത്ഥവത്താണെന്ന് ഞാൻ ഓർത്തു പോകുക. എന്നൊക്കെ കുറച്ചുകൂടെ മുമ്പ് ഏറ്റവും കുറഞ്ഞത് കാലൊടിയുമെങ്കിലും അറിയാം. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ആ റാഷണൽ ബുദ്ധി യേശുവിനുണ്ടായിരുന്നു. പുള്ളിക്കറിയായിരുന്നു ഞാൻ ദൈവം അല്ല ദൈവത്തിനോ അല്ല താഴെ ആടിയാലും തട്ടിപ്പോകുമല്ലോ. ഇപ്പൊ ഇതേ ഒരു ചലഞ്ച്, ഇതൊരു ചലഞ്ചായിട്ട് ഞാനിപ്പോ പാസ്റ്ററോട് പറയാം, പാസ്റ്റർ ഈ കെട്ടിടത്തിന്റെ മണ്ടേ കയറി, ഈ കെട്ടിടത്തിന് അത്ര ഉയരമില്ല, ഒരു ഉയരം കൂടി കെട്ടിടത്തിന്റെ മണ്ടയിൽ നിന്ന് താഴേക്ക് ചാടാവോ? പാസ്റ്റർ പിന്നെ പ്രാർത്ഥിച്ചാൽ ഫലിക്കുമെന്ന് ഡിബേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആളല്ലേ, പ്രാർത്ഥിച്ചാൽ എന്ത് നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആളല്ലേ, ചാടാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പാസ്റ്റർ ചാടുവോ? ചാടില്ല. പാസ്റ്റർ ആ ഡയലോഗ് തന്നെ, യേശു പറഞ്ഞ ഡയലോഗ് തന്നെ പറയും, പോ ജെയിംസേ, പോ മോനെ ദിനേശാൻ തന്നെ പറയും. കാരണം പിന്നെ അദ്ദേഹം പറയുന്നത് അവിടെ ഇരിക്കുന്ന പാസ്റ്റർ കിട്ടൊരു കൊട്ടു കൊടുക്കുകയാണ്. പാവം പാസ്റ്റർ, അദ്ദേഹം
ഇതിനെ പ്രതികരിച്ച് എന്ത് പറഞ്ഞു എന്ന് നമുക്കറിയില്ല. അവിടെ നിന്ന് വേർത്ത് നമ്മുടെ പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞാൽ മേപ്രായിലെ താറാവ് തൂറ്റുന്നത് പോലെ ചെയ്തു കാണും എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ എനിക്ക് ജെയിംസിനോട് ഒരു ചോദ്യം ചോദിക്കാം. ഇത് അവിടെ ഇരിക്കുന്ന പാസ്റ്ററോടും ചോദിക്കേണ്ടതാണ്, പക്ഷെ പാസ്റ്റർ ഈ വീഡിയോയിൽ ഇല്ലാത്തതോടെ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ. ഈ ജെയിംസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ, പ്രാർത്ഥനയെ പറ്റി താങ്കൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഒരു പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഒരേയുടെ മുകളിൽ താഴോട്ട് ചാടിയാൽ അയാൾക്കൊന്നും വരത്തില്ല. അതാണ് പ്രാർത്ഥനയുടെ ഉദ്ദേശം. അനാവശ്യമായ കാര്യങ്ങൾ താന്തോന്നിത്തരം കാണിച്ച് അതിന്റെ ഫലം ഉണ്ടാകരുത്, ഫലം തടയാനുള്ള മാർഗമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയെ എന്താണെന്നറിയാവുന്ന ആരും ഇപ്രകാരമുള്ള അസഭ്യം പറയുകയില്ല. ഇത്രമാത്രം വിഡ്ഢിത്തരം. പിന്നെ ജെയിംസ് പറയുന്ന ഒരു കാര്യം ഞാൻ തീർച്ചയായും സമ്മതിക്കുന്നു, അദ്ദേഹത്തെ ആ കാര്യത്തിൽ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. എന്താണ്? അവിടെ ഇരിക്കുന്ന പാസ്റ്റർക്ക് വിശ്വാസമില്ല, 100% ശരിയാണ്. കാരണം ഇവരാരും വിശ്വാസത്തിൽ വിശ്വാസമുള്ളവരല്ല. വിശ്വാസത്തെ ഒരു അഭ്യാസമായി, ഒരു കലാപരിപാടിയുടെ ഭാഗമായി കൊണ്ടു നടക്കുന്നവരാണ്. അത് ജെയിംസിനും അറിയാം, നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, മാലോകർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇവിടെ ധൈര്യത്തോടെ ഇവിടെ പോഡിയത്തിൽ നിന്ന്, സ്റ്റേജിൽ നിന്ന് ജെയിംസിന് പറയാൻ കഴിയും. എന്നോട് ആർഗ്യൂ ചെയ്താൽ വന്നിരിക്കുന്ന പാസ്റ്ററില്ലേ, ആള് പറയുന്നല്ലോ പ്രാർത്ഥിച്ചാൽ എന്തും നടക്കുമെന്ന്. വല്ല ക്യാൻസറൊക്കെ മാറ്റുന്നു, മരിച്ചവരെ ഉയർപ്പിച്ചില്ല എന്നതൊഴിച്ച് ബാക്കി എല്ലാം ചെയ്യുന്നു. പക്ഷേ ഈ ഒരു കാര്യം ഒന്ന് ചെയ്ത് കാണിക്കാമോ? അതിന് ഒരു പാസ്റ്റർ മുൻപെടത്തില്ല. അങ്ങനെ ഒരു പരീക്ഷണം വരുന്നതിന് മുമ്പേ പാസ്റ്റർ വാലും ചുരുട്ടി ഒരൊറ്റയോ കണ്ണം വഴി ഓടും. അത് വളരെ സത്യമാണ്. അപ്പോൾ പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥന എന്നാൽ എന്താണെന്നോ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണെന്നോ സാധാരണ ക്രിസ്ത്യാനികളെ പോലെ ജെയിംസ് പറഞ്ഞുകൂടാ. പലരും വിചാരിച്ചിരിക്കുന്നത് പ്രാർത്ഥന എന്നുള്ളത് ദൈവത്തെ നമ്മുടെ അല്പത്തരത്തിൻ്റെ ഒരു വാലാക്കി തരം താഴ്ത്താനുള്ള ഒരു മന്ത്രമാണെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ അതിമോഹങ്ങളും എല്ലാം ദൈവത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുകയും നാം അർഹിക്കാത്ത ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് വല്ല വിധേനയും പിടിച്ച് എടുക്കുകയും മുട്ടിപ്പായി പ്രാർത്ഥിച്ചെന്നെ അനുഗ്രഹിച്ചേ നിന്നെ വിടുകയുള്ളൂ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ നിന്ന് പിടിച്ചു വാങ്ങിക്കുന്നതാണ് പ്രാർത്ഥന എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. പിന്നെ പലരും വിചാരിച്ചിരിക്കുന്നത് പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് ഈ ലോക യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാവുന്നതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ക്രൂശിൽ മരിച്ച യേശുവിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള വെറും മണ്ടത്തരങ്ങൾ എങ്ങനെയാണ് വിശ്വാസികൾ കൊണ്ടുവന്നത്? ഇത് ജെയിംസ് പറയുന്നത് ശരിയാണ്. മനുഷ്യനിപ്രകാരമാണ് പ്രാർത്ഥനയെ മനസ്സിലാക്കുന്നത്. കാരണം അത് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മെ ഓരോരുത്തരെയും പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതം എന്ത് എന്ന് ആരാഞ്ഞറിയുകയും അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി വിശ്വാസത്താൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുകയും ചെയ്യാനുള്ള ആ ആത്മീയമായ അച്ചടക്കം പ്രാപിക്കുക എന്നുള്ളതാണ് എന്ന് യേശു നമ്മെ പഠിപ്പിച്ച ആ മാതൃകാ പ്രാർത്ഥനയിൽ ആരംഭത്തിൽ തന്നെയുണ്ട്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതിൻ്റെ അർത്ഥം എന്താണ്? പ്രാർത്ഥനയിൽ കൂടെ നാം കണ്ടുപിടിക്കേണ്ട എന്താണ്? നമ്മിൽ കൂടെ ഈ ലോകത്തിൽ നടപ്പാക്കപ്പെടേണ്ട ദൈവഹിതം എന്താണ്? അത് ആകണമേ, അങ്ങനെ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കത്തക്കോണം പ്രവർത്തിക്കാൻ എന്നെ സജ്ജീകരിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. പക്ഷെ നാം പ്രാർത്ഥനയെ മനസ്സിലാക്കിയിരിക്കുന്നത് ദൈവഹിതം അറിയാനൊന്നും ആർക്കും താല്പര്യമില്ല. നമ്മുടെ ഹിതം അങ്ങോട്ട് പറഞ്ഞ ദൈവത്തെ അതിൻ്റെ ഒരു വേലക്കാരനാക്കുക, കൂലിയില്ലാത്ത വേലക്കാരനാക്കുക. ഇതാണ് പ്രാർത്ഥന എന്നാണ് ആളുകൾ വിചാരിച്ചത്. സ്വയത്തെ ശുദ്ധീകരിക്കുവാനും ആ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി സ്വയത്തെ ദൈവഹിതത്തിന് സമർപ്പിക്കാനുമുള്ള പരിശുദ്ധമായ, അതായത് യേശു പറഞ്ഞാൽ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിക്കുക. പ്രാർത്ഥന സ്വയം ത്യജിക്കുന്ന, സ്വയത്യാഗത്തിൻ്റെ സംഗീതമാണ് എന്ന് നമ്മെ ആരും പഠിപ്പിക്കുന്നില്ല. മനുഷ്യർ കാണുന്നത് എന്താണ്? സത്യം തൊട്ടു തേച്ചിട്ടില്ലാത്ത ചില ക്രിസ്ത്യൻ ആൾ ദൈവങ്ങൾ ദേഹമനങ്ങാതെ കോടികൾ കൊയ്യേണ്ടതിന് പ്രാർത്ഥനയെ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നു. അവർ പ്രാർത്ഥിച്ചാൽ എന്തും സംഭവിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ പ്രകടമായ ഒരു കാര്യം, നിങ്ങൾ ഏതെങ്കിലും ഒരു പാസ്റ്റർ എടുത്ത് മന്തുള്ള ഒരു പുരുഷനെ സ്ത്രീയെ കൊണ്ടുവന്നിട്ട് പാസ്റ്റർ ഈ വ്യക്തിയെ ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് സുഖപ്പെടുത്തുന്ന പറഞ്ഞാൽ പാസ്റ്റർ അന്നേരം ഓടുന്നു. കാരണം മന്ത് എല്ലാവർക്കും കാണാവുന്നതാണ്. ഇപ്പോൾ ഉള്ളിൽ ക്യാൻസറാണ്,
അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ച് ശരിയാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നോ അല്ലെന്നോ ആർക്കും പറയാൻ വയ്യ. അതുപോലെ കോങ്കണ്ണുള്ള ഒരു സ്ത്രീ, അല്ലെങ്കിൽ മുച്ചടിയുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ മന്ദുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ പാണ്ടുള്ള ഒരു വ്യക്തി, നിങ്ങളൊരു പാസ്റ്റർ, കേരളത്തിലെ ഏറ്റവും സമർത്ഥനായ എന്താ പറയുന്നത് ഫെയ്ത്ത് ഹീലറെ കൊണ്ട് കാണിച്ചിട്ട് പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചെന്ന് ശരിയെന്ന് പറഞ്ഞാൽ പാസ്റ്റർ വാലും ചുരുട്ടി ഓടും. ഇത് മുഴുവനും പച്ചക്കള്ളമാണ്. യേശു പറഞ്ഞു, നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടപ്പാടുണ്ടാകും, യാതൊരു സംശയമില്ല. പക്ഷേ ആ കഷ്ടപ്പാടിൽ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളുടെ ദുരിതത്തെയും വേദനയെയും ദൈവരാജ്യത്തിന്റെ ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വിശ്വസ്തത മാറ്റമില്ലാതെ നിങ്ങളുടെ ഉണ്ടാകും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യമായി എനിക്ക് സാക്ഷീകരിക്കാൻ കഴിയുന്നത്, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കഷ്ടപ്പാടിൽ കൂടെ മാത്രമാണ്. എൻ്റെ വ്യക്തിത്വത്തിന് ആഴമുണ്ടെങ്കിൽ അത് കഷ്ടപ്പാടിൽ കൂടെ മാത്രമാണ്. പക്ഷേ അത് എപ്രകാരമുള്ള കഷ്ടപ്പാടാണെന്ന് കൂടെ നാം ചിന്തിക്കണം. ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടിയും ദൈവ സ്വഭാവമായ സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ഈ ലോകത്തിൽ നമുക്ക് സഹിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ കൂടെ മാത്രമേ നമുക്ക് വളരാൻ സാധിക്കൂ. ഇതിൽ നിന്നൊക്കെയുള്ള ഒളിച്ചോട്ടമായിട്ടാണ് പലരും പ്രാർത്ഥനയെ മനസ്സിലാക്കി. അതുകൊണ്ട് ജെയിംസ് പറയുന്നതിനോട് ഞാൻ യോജിക്കുകയാണ്. പക്ഷേ ഈ പറയുന്നത് എന്താണ് അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ല പറയുന്നത് എങ്കിൽ തന്നെ, അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള ഒരു വിവരവുമില്ലാത്ത കാര്യങ്ങൾ വലിയ തോതിൽ നമ്മുടെ ഇടയിൽ സഞ്ചരിക്കുകയും അത് നമ്മുടെ യുവതീവാക്കന്മാരെയും കുഞ്ഞുങ്ങളെയും അവർ കൂടുതൽ സോഷ്യൽ മീഡിയയിലായിരിക്കുന്നത് കൊണ്ട് വളരെ ആഴത്തിൽ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ യഥാർത്ഥ സത്യം വെളിപ്പെടുത്തുവാനുള്ള യാതൊരു ക്രമീകരണവും ക്രിസ്തീയ ഗോളത്തിലില്ല എന്നത് ഒരു വലിയ അപകടമാണ്. സത്യം അറിയുവാനും സത്യത്തെ അറിയിക്കുവാനുമുള്ള ചുമതല നമുക്കുണ്ട് എന്ന് നാം മറന്നിട്ട് നാളേറെയായി. അതുകൊണ്ടാണ് ഇങ്ങനെ സത്യം പോലെ കള്ളം പറയുന്ന ആളുകൾ നമ്മുടെ മധ്യത്തിൽ കുറുക്കന്മാരെ പോലെ കോഴിക്കോടിൽ കണ്ണും നട്ട് നടക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് ഇനിയും 2-3 വീഡിയോകൾ കൂടെ കൈകാര്യം ചെയ്യാനുണ്ട്. അതിലേക്കും നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. കഴിയുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരുമായി പങ്കിടുക. നമ്മുടെ മധ്യത്തിൽ ചില അടിസ്ഥാന കാര്യങ്ങളെപ്പറ്റി സ്പഷ്ടത ഉണ്ടാകട്ടെ. ഏവർക്കും നമസ്കാരം.